ഓക്കെ ഓക്കെ ഗൈസ്, വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് ടുഡേ നമ്മുടെ മീഷോ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏകദേശം എബവ് 40 ആണ് അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം. നമുക്കിന്ന് നോക്കാം ഒരു സൈക്കോളജി. ഈ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചാർട്ട്സ് നോക്കുക ശരിയാണ്, പക്ഷേ അതിൽ ഉപരി അതിൻ്റെ ഒരു സൈക്കോളജിയാണ് മെയിൻ. നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ ശരിയാണ്, ബട്ട് മോർ ദാൻ ദാറ്റ് ദർ ഇസ് എ സൈക്കോളജി. യൂഷ്വലി ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ടുഡേ മീഷോയിൽ. ആക്ച്വലി എനിക്ക് IPO കിട്ടിയിരുന്നില്ല, ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷെ കിട്ടിയിരുന്നില്ല. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ തന്നെ ബൈ ചെയ്തതാണ്. എൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40,000 ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ ഇന്ന് ബൈ ചെയ്തിരുന്നത്. നമുക്ക് അതിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ചാർട്ട്. ഞാൻ 1 മിനിറ്റാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചാർട്ട്. കണ്ടാൽ മനസ്സിലാവും. അതായത് പ്രൈസ് ഇവിടെ നിന്നാണ് 10 o'clock ഒക്കെ ആയപ്പോഴേക്കാണ് കറക്റ്റ് 10 o'clock സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 50% എത്തിയിരുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയം. കിട്ടിയവർക്കൊക്കെ ഏകദേശം ഹാഫ് ദ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടി ക്യാപിറ്റലിൻ്റെ. സോ ഞാനിവിടെ നിന്ന് ബൈ ചെയ്തു, ഇവിടം കൊണ്ട് എക്സിറ്റ് ചെയ്തു. അതിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങളിപ്പം ഞാൻ കാണിച്ചത് മുമ്പ്. സോ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പം ഒരു 30 എബോവ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ, നമുക്കറിയാമല്ലോ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്, നെറ്റ് ലെവലിൽ എല്ലാ സ്ഥലത്തുള്ളതാണ്. ഉള്ളതിൽ നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് തന്നെ ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാഡേ ആയതുകൊണ്ട് തന്നെ ഒരു 2x ലിവറേജ് നമുക്ക് കിട്ടും. 2x കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റും കിട്ടാം. സോ ഇതിപ്പം ഗ്രോ സ്റ്റോക്കിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ദ ഡേ എൻഡ് ആയപ്പോഴത്തേക്കും ഒരു ബ്രേക്കൗട്ട് തന്നു പോയി. പക്ഷേ ഇതെന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് 170 താഴെ ഇന്ന് പോയിട്ടില്ല. അവിടെ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കുകയായിരുന്നു. ഞാനൊരു ബ്രേക്കൗട്ട് പ്രതീക്ഷിച്ചു, ബ്രേക്കൗട്ട് വന്നില്ല. സോ അതാണ് എല്ലാവരുടെയും മൈൻഡ് സെറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിന് കൊള്ളാം, ബട്ട് ഒരു ഫ്യൂച്ചറിലേക്ക് അത്രയ്ക്ക് എഫിഷ്യൻസി ഉള്ള ഒരു സ്റ്റോക്കല്ല. മേ ബി അതുകൊണ്ടായിരിക്കണം. എൻ്റെ മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ പ്രതീക്ഷിച്ചാണ് ജസ്റ്റ് ആ ഒരു ഇവിടെ നിന്ന് ബൈ ചെയ്യുക, എത്രയും പോകണോ പോട്ടെ, അവിടെ നിന്ന് അങ്ങ് എക്സിറ്റ് അടിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.